LDF-ൽ നിന്ന് തന്നെ ഉണ്ടായ എതിർപ്പും കോടതിയിൽ തിരിച്ചടിയാകുമെന്ന ഭയവുമാണ് പാരഡിപ്പാട്ടിൽ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ടടിപ്പിച്ചത്. വിവാദം സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയെന്ന് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനായത് UDF-നും നേട്ടമായി. സർക്കാരിന്റെ ഇത് വൈകി ഉദിച്ച വിവേകമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതെല്ലാം LDF-നും സർക്കാരിനും തുടർച്ചയായി തിരിച്ചടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് കാരണം ശബരിമല വിവാദങ്ങൾ തന്നെയെന്നാണ് CPI നിലപാട്. പിന്നാലെയായിരുന്നു പാരഡിപ്പാട്ടിൽ കേസെടുക്കാനുള്ള സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പ് തോൽവിയും VC നിയമനത്തിലെ ഒത്തുതീർപ്പടക്കമുള്ള ചർച്ചകളും കേസിലൂടെ വഴിതിരിച്ചുവിടാമെന്ന സർക്കാർ ബുദ്ധിയും പിഴച്ചു. കേസിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ കളം നിറഞ്ഞ് കളിച്ചു. പാരഡിപ്പാട്ടിന്റെ പിന്നണിക്കാർക്ക് രാഷ്ട്രീയ നിയമ പിന്തുണ, സൈബർ ഇടങ്ങളിലും പുറത്തും പാരഡിപ്പാട്ടിന്റെ പ്രചാരണം. ഒടുവിൽ പാട്ട് നീക്കം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മെറ്റയ്ക്ക് അയച്ച കത്ത്. അതോടെ പാട്ടിനൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയും വീണ്ടും സജീവ ചർച്ചയായി. കേസ് പൊല്ലാപ്പ എന്ന പക്ഷമുള്ളവർ LDF-ലും CPM-ലും ഉണ്ടായിരുന്നു. കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിച്ചു. ഇതോടെയായിരുന്നു സർക്കാരിന്റെ യു-ടേൺ. സർക്കാരിന്റെ പിന്മാറ്റം UDF-നും രാഷ്ട്രീയ വിജയമാണ്. ഈ പാട്ട് ഇത്ര ഹിറ്റാക്കിയത് CPM-ന്റെ മണ്ടത്തരമാണ്. വൈകിയാണെങ്കിൽ പോലും അവർക്ക് ബുദ്ധി ഉദിച്ചു, സൽബുദ്ധി ഉദിച്ചു എന്ന് മനസ്സിലാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയായി നിലനിർത്താൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിന് പാരഡി കേസിലൂടെ സർക്കാരിനെയും പാർട്ടിയെയും അടിക്കാനുള്ള വടി കൊടുക്കുകയായിരുന്നുവെന്ന് LDF-ലും CPM-ലും വിമർശനമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.